പകുതി പേര് പോലും കാണിയല്ല. നമ്മൾ കൃത്യമായിട്ട് ഈ റിസ്റ്റ് ബാൻഡ് കെട്ടി നടന്നാല് നമുക്ക് ഓരോരുത്തർ ഇത് ആളുകൾ ഇപ്പൊ അവിടെ ഇവിടെ എല്ലാം ചോദിച്ചു തുടങ്ങി, ഇതെന്താ പലരുടെയും കൈ കാണുന്നല്ലോ എന്ന്. നമ്മളിത് ഈ പ്രോഡക്റ്റ് മേടിച്ച എല്ലാവരും ഇത് കൃത്യമായി ഇത് ഉപയോഗിക്കുകയും കൃത്യമായി ആളുകളെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ബിസിനസ് ഒരു 3 ഇരട്ടിയാവും പെട്ടെന്ന്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാർ ഒരുപാട് കംപ്ലൈന്റ് വരുന്നതിന്റെ കാരണം കൃത്യമായി ആളുകൾ ഉപയോഗിക്കുന്നില്ല. ആളുകൾ കൊണ്ട് പ്രോഡക്റ്റ് കൊടുക്കും, 2 ദിവസം കൊടുക്കും, പൈസ കൊടുത്തിട്ട് പോരും, പിന്നെ അവരുമായിട്ട് ബന്ധപ്പെടുത്തേയില്ല. കാരണം അവർ ഇത് 1ഓ 2ഓ പ്രാവശ്യം പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ കയറുന്ന ഒരു സംഭവമല്ല. അന്നേരം അതുകൊണ്ട് നമ്മൾ കൃത്യമായി എല്ലാവരും ഇത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ശ്രീനിവാസ് സാർ. ശ്രീനിവാസ് സാർ പറഞ്ഞ ഒരു പോയിന്റ് വളരെ 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 വലിയൊരു പോയിന്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മുടെ റിസ്റ്റ് ബാൻഡ് കൈ കെട്ടി മാക്സിമം നടക്കുക. കാരണം അത് എല്ലാവരും അറിയട്ടെ, എന്നിരുന്നാലും ആൾക്കാർ ചോദിക്കത്തുള്ളൂ, കാണുമ്പോഴാണ് ആൾക്കാർ ചോദിക്കത്തുള്ളൂ. അപ്പൊ ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ ബയോട്ടത്തിനെ കുറിച്ച് ഈ ബയോമാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് പറയാനുള്ള അവസരമായി അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും സാർ പറഞ്ഞ ഒരു വലിയൊരു പോയിന്റ് ആണ്. അടുത്ത ആൾ സംസാരിക്കും. പറയൂ സാർ. ഷഫീഖ് സാർ പറഞ്ഞോളൂ. വിരാജ്പേട്ടനോ ഷഫീഖ്. ഞാനിപ്പോ ഏകദേശം 9ാമത്തെ മാസമാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പിന്നെ അൾസർ ആയിരുന്നു, 30 വർഷത്തെ പഴക്കാ. പിന്നെ എല്ലാം ക്ലിയർ ആയി, 10 ദിവസം കൊണ്ട് തന്നെ മാറി. ഇപ്പൊ ഫുൾ ക്ലിയർ ആയി. എന്റെ ഏറ്റവും നല്ല ഹെൽത്തി ഉള്ള ഒരു അവസ്ഥയിൽ ഇപ്പൊ ആയി മാറി. പിന്നെ അതുപോലെ ഞാൻ പിന്നെ എനിക്കൊരു ഫ്രണ്ടിന് ആസ്തമ, ശ്വാസം മുട്ടായിട്ട് രാത്രി ഉറങ്ങാൻ കഴിയില്ല, ഭയങ്കര വിഷമ. അപ്പൊ എന്നോട് ഇങ്ങനെ ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഓക്സിജന്റെ അളവ് കറക്റ്റ് ആക്കുമ്പോൾ ഞങ്ങൾക്ക് ആസ്തമന്റെ പ്രശ്നം ഏറെക്കുറെ ക്ലിയർ ആയി കിട്ടും. അപ്പം പിന്നെ എനിക്ക് തിരക്കായി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ബുക്ക് ചെയ്തിട്ട് 5 പ്രാവശ്യം ഇപ്പൊ കുറച്ച് ലേറ്റ് ആകുന്നുണ്ടല്ലോ. അപ്പൊ കുറെ പിന്നെ ഡെയിലി ചോദിക്കില്ല, എനിക്ക് ഉറക്ക് തീരെ കിട്ടുന്നില്ലെങ്കിൽ സാധനം വേണം പറഞ്ഞിട്ട് അങ്ങനെ അത് പിന്നെ സാധനം വന്ന് കൊടുത്ത് പിറ്റേന്ന് തന്നെ എന്നെ വിളിച്ച് ഞാൻ ഇന്നലെ നന്നായിട്ട് തുടങ്ങി. ശ്വാസം മുട്ടി നല്ല ക്ലിയർ, സമാധാനം ഉണ്ട്, നല്ല രീതിയിൽ ഉറങ്ങി. പിന്നെ അതുപോലെ എനിക്ക് നേരത്തെ ആക്സിഡന്റ് ആയിട്ട് കാലിന് റാഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ റാഡ് എടുക്കേണ്ട ടൈം കഴിഞ്ഞിട്ട് എടുത്തിട്ടില്ല. അപ്പൊ അവിടെ കുറച്ച് പൈപ്പും ചലമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു എൻ്റെ ഡെയിലി ബാൻഡേജ് ആക്കുന്നതാണ്. ഇപ്പൊ നോക്കുമ്പോൾ ഡ്രൈ ആയിക്കൊണ്ടുണ്ട്, നല്ല സമാധാനം ഉണ്ട്. എനിക്ക് വളരെ സന്തോഷം. അങ്ങനെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഷഫീഖ് സാർ. അടുത്ത ആൾ സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് ബാബു സാർ. ഗുഡ് മോർണിംഗ് ഷായ് സാർ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്റെ പേഴ്സണൽ റിസൾട്ട് അല്ല, ഞാൻ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ പേര് ഭഗത്ത്, വീട് ഒറ്റപ്പാലം, പാലക്കാട് ജില്ലയാണ്. അപ്പൊ ഞാൻ തൃശ്ശൂര് ഇവിടെ ഒരു ESI ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 13 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്ര വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു പേഷ്യന്റ് ഉണ്ട് ഇവിടെ. ആ പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ആംബുലൻസിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരാറ്. അപ്പൊ അതേമാതിരിയുള്ള ശ്വാസം മുട്ടലുള്ള കേസാണ്. നിൽക്കുന്ന സമയത്ത് തന്നെ ആളിങ്ങനെ കിതച്ചുകൊണ്ടിരിക്കും, ശ്വാസം മുട്ടിയിട്ട്. അപ്പൊ അത്രയധികം ശ്വാസം മുട്ടലുള്ള ആളായിരുന്നു പുള്ളിക്ക്. അതേമാതിരി വയറും ബോഡിയെല്ലാം ഭയങ്കര തടിയാണ്. അപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ കൂടി അത്രയും ഇറിറ്റേഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ പുള്ളിക്ക് ഞാനിപ്പോ ഒരു 3 മാസമായി നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ കൊടുത്തു. അപ്പൊ അങ്ങനെ അവിടെ പുള്ളി മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് വരും, അവരുടെ ആരെങ്കിലും മക്കളും ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഒരു 10 ദിവസം കൂടി ആയിട്ടില്ല, പുള്ളിക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു പറഞ്ഞാൽ ആള് വളരെ ഹാപ്പി ആയിട്ട്. പുള്ളിക്ക് എന്താന്ന് വെച്ചാൽ ബോഡിയിലെ വെയിറ്റ് ഫുള്ള് കുറഞ്ഞു, ശരീരം ഫുള്ള് കുറഞ്ഞിട്ട് വെയിറ്റ് എല്ലാം ലോസായി. അതേമാതിരി ശ്വാസം മുട്ടൽ നന്നായിട്ട് കുറഞ്ഞു. അപ്പോ പിന്നെ അതേമാതിരി പുള്ളിക്ക് എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പച്ചവെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പൊ പച്ചവെള്ളം ഇപ്പൊ പുള്ളിക്ക് ഏറ്റവും ഹാപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് അമ്പലത്തിലേക്ക് വിളിക്കെല്ലാം പോകുന്ന സമയത്ത് എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് ആള്. അതേമാതിരി എല്ലാ വ്യക്തികളുടെ അടുത്ത് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി എന്നെ കാണാൻ വേണ്ടി ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നു, വേറൊരാളെയും കൂട്ടിയിട്ട്. അപ്പോ നമ്മുടെ ഹാപ്പിയാണ്. ഹോസ്പിറ്റലിലേക്ക് ഇതേമാതിരി എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി നമ്മളെ കാണാൻ വേണ്ടിയിട്ട് 74 വയസ്സായി കഴിഞ്ഞ ആളാണ്.
അപ്പൊ നമ്മളെ കാണാൻ ഇവിടെ വരികയാണ്. എന്താ വെച്ചാൽ നമ്മളാരും അല്ല, പക്ഷെ ഈ പ്രൊഡക്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്തു, അവർ യൂസ് ചെയ്തു, ഫുള്ള് സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ അതേമാതിരി ഷുഗറും പുള്ളിയുടെ ഫുള്ള് കുറഞ്ഞു. അപ്പൊ മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. അപ്പൊ പുള്ളിയുടെ ഈ ചേഞ്ചസ് കണ്ടിട്ട് പുള്ളിയുടെ നാട്ടിലുള്ള ആളുകൾ എന്താ വെച്ചാൽ പുള്ളി നടന്നു പോകുന്ന സമയത്ത് കൂടെ ആരും ഇല്ലാതെ പോകാൻ പറ്റില്ല, അതേമാതിരി കയറ്റൊന്നും നടന്ന് കയറാൻ പറ്റില്ല, അതേമാതിരി ഉണ്ടായിരുന്നതാണ്. അപ്പൊ പുള്ളി ഇപ്പോ മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിന്നിട്ടാണ് ഈ കയറ്റങ്ങളെല്ലാം കയറിയിരുന്നത്. ഇപ്പൊ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡായിട്ട് തന്നെ നടന്നിട്ട് എല്ലാം കയറുന്നുണ്ട്. അപ്പോ അവര് വീടിന്റെ അവിടെ അടുത്തുള്ള ആളുകളെ എന്നെ വിളിച്ചു. അടുത്തുള്ള ആളുകളെ വിളിച്ചിട്ട് ഈ എന്താണ് ഈ സംഭവം, എന്താ പ്രൊഡക്റ്റ് കൊടുത്തെന്ന് പറഞ്ഞ് അവർക്ക് ഈ 2-3 പേര് ഈ പ്രൊഡക്ട്സ് പുള്ളിയുടെ അടുത്ത് വാങ്ങിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പൊ അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ അപ്പൊ ഞാൻ കൊടുത്തിട്ടിപ്പോ ഡയബറ്റിക്കിന് ഫുള്ളായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ ശ്വാസമുട്ടലിന്റെ ഇതൊരു കാര്യമാണ്. ഡയബറ്റിക് പേഷ്യൻസിന് കൊടുത്തിട്ട് ഒരു 2 മാസം മുന്നേ ഞാൻ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് വരെ ഡയബറ്റിക് ലെവല് 300 ലെവലിൽ നിന്നെല്ലാം 200 ലെവൽ വരെ താന്നിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് ഡയബറ്റിക്കിന്റെ കാര്യത്തില്. അതേമാതിരി ഉറക്കത്തിന്റെ കാര്യം 2-3 പേര് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നുമില്ല, അവര് മ്യൂച്വലി പറയാണ്. മറ്റേയാളെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കിടക്കുമ്പോ നല്ല ഉറക്കമുണ്ട്, പുള്ളി ഹസ്ബൻഡ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരു പെയിന്റിങ് ചെയ്യുന്ന ഒരു വ്യക്തി, അതേമാതിരി വേറൊരാൾ എക്സർവീസ്മാൻ ഒക്കെയാണ്. അപ്പൊ അവര് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷീണം കൊണ്ട് ആദ്യം വന്ന് അതിന്റെ മുകളിൽ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മളെ മാട്രസിന്റെ മുകളിൽ കിടന്നുറങ്ങിയിട്ട് എന്നിട്ട് 9-10 മണിക്ക് ശേഷമാണ് ഈ ബെഡിൽ നിന്ന് എണീറ്റിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ വ്യക്തി തന്നെ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആദ്യമല്ല 5 മണിക്ക് എണീറ്റിരിക്കുന്ന വ്യക്തി ഇപ്പൊ പറയാണ് ഭാര്യ പോയി വിളിക്കാതെ 6 മണിയായി കൂടി എണീക്കില്ല എന്ന്. അപ്പോ അത്രയധികം റിസൾട്ടാണ് നമ്മുടെ മാട്രസിന്. അപ്പോ ഇതുമാതിരി കണ്ടമാനം റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് പറഞ്ഞിട്ട് ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് അതല്ല പേഴ്സണലി എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സർവീസ്മാൻ ആയിരുന്നു, എനിക്ക് ഹൈ BP ആയിരുന്നു, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു, ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെല്ലാം മെഡിസിൻസ് കഴിച്ചിരുന്നാണ് അതിന് കംപ്ലീറ്റ് എനിക്ക് മാറ്റങ്ങൾ വന്നു. ഇന്ന് ഒരു മെഡിസിൻസ് കഴിക്കുന്നില്ല. നമ്മുടെ വാട്ടർ എനർജി പായിട്ടുള്ള വെള്ളം, നമ്മുടെ ആ പ്രീഷ്യസ് ആയിട്ടുള്ള മറ്റേ നമ്മുടെ വാട്ടറാണ്, വാട്ടർ എനർജി പാഡിൽ കുടിക്കുന്ന നമ്മുടെ മാഗ്നൈസ് വാട്ടറാണ് നമ്മുടെ ഒരേ ഒരു മെഡിസിൻ. ഇപ്പൊ വേറെ ഒരു മെഡിസിൻസും കഴിക്കുന്നില്ല. അതുകൊണ്ട് അത്രയധികം ഹാപ്പിയാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ മാക്സിമം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്താൽ മാത്രം ഈ സാധനം പ്രൊഡക്റ്റ് വാങ്ങി അടുത്ത് വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇത് പറയാൻ ഒരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 മാസം മുന്നേ ഞാൻ വേറെ ആൾക്ക് കൊടുത്തു പറഞ്ഞു. അവർക്ക് 2 മാസം കൊണ്ട് ഇത്ര മാറ്റം വന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് സെയിം ഡേ 2 മാസം മുന്നേ തന്നെ ഞാൻ വേറൊരു ഡയബറ്റിക് വന്ന് കാല് പഴുപ്പുള്ള വ്യക്തിക്ക് കൊടുത്തു. അപ്പൊ ആ കാലിന് പഴുപ്പുള്ള വ്യക്തിക്ക് കൊടുത്തു. ആ ദിവസം തന്നെ വേറെ 2 പേർക്കും കൊടുത്തിരുന്നു. അപ്പൊ ഈ 2 മാസം കഴിഞ്ഞപ്പോ ഈ വ്യക്തികൾക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ മാറ്റമാണ്, വളരെ ഹാപ്പിയാണ്. ഞാൻ പിന്നീട് ഈ മറ്റേ ഒരു വ്യക്തിക്ക് പോയി നോക്കിയപ്പോ ഈ പുള്ളി അത് കുടിക്കുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നില്ല, റിസ്റ്റ് ബാൻഡ് കെട്ടണമില്ല. അപ്പോ ആ പുള്ളിയുടെ കാല് ഇന്നും അതിന് മോശമായിട്ടായിരിക്കുന്നത്. അവര് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീട്ടിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. അവര് പറഞ്ഞു, ഞാൻ ദിവസവും വിളിച്ചു പറയും, ഞാൻ കുടിക്കാൻ പറയും, വെള്ളം കുടിക്കുന്നില്ല. ഞാൻ പറയും നമ്മുടെ വാട്ടർ വെച്ചിട്ട് നിങ്ങൾ കാല് കഴുകുക, അതുപോലെ ഇത് കുടിക്കുകയും ചെയ്യുക, റിസ്റ്റ് ബാൻഡ് കെട്ട് പറയുമ്പോൾ ഇത് എവിടേക്കെങ്കിലും പോകുമ്പോൾ എങ്ങനെ കെട്ടുക ആൾക്കാരുടെ മുന്നിൽ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് കറക്റ്റ് വാങ്ങിയിട്ട് കുടിക്കുകയും ചെയ്യുക, അതേമാതിരി കൈ റിസ്റ്റ് ബാൻഡ് കെട്ടുക, അപ്പൊ മാത്രമാണ് ഇതിന് ചേഞ്ചസ് വരുള്ളൂ. അല്ലാതെ ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അവിടെ എടുത്തു വെച്ചോണ്ടൊന്നും ആരും അസുഖം മാറില്ല. കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് റിസൾട്ട് കിട്ടും. ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ അടക്കാൻ എല്ലാവർക്കും നോക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് സർ. സംസാരിക്കാൻ ഞാൻ വീണ്ടും പറയാണ്, സംസാരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്തേക്കൂ. വലിയ പറഞ്ഞത് രാജ്മ മാഡം പറഞ്ഞോളൂ. പറയൂ മാം, സംസാരിച്ചോളൂ, കേൾക്കാം കേട്ടോ. ഓരോരുത്തരുടെ റിസൾട്ടാ പറഞ്ഞ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ നിന്ന്. രാവിലെ 6 മണിക്കാ എന്നും എല്ലാ ഞായറാഴ്ച 6 മണിക്കുണ്ട് ജോലിന്. രാജ്മ മാഡം സംസാരിക്കൂ, നിങ്ങൾ സംസാരിച്ചോളൂ. ഹലോ രാജ്മ മാഡം, നിങ്ങൾ സംസാരിക്കായിരുന്നോ? റിസൾട്ട് പറയായിരുന്നോ?
രാജമ സോമന്റെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ റിസൾട്ട് പറയാണോ? റിസൾട്ട് സംസാരിച്ചോളൂ. കേൾക്കാലോ സാറേ? കേൾക്കാം. പറയൂ. എന്റെ വീട്ടിലെ എനിക്കും എന്റെ ചേട്ടനും നല്ല റിസൾട്ട് കിട്ടിയതാ സാറേ. ഷുഗർ ഹൈ ലെവലായിരുന്നു. 3 മാസം ഉപയോഗിച്ചപ്പോഴേ മരുന്ന് നമ്മുടെ പ്രോഡക്റ്റ് 3 മാസം ഉപയോഗിച്ചത് കംപ്ലീറ്റ് മരുന്ന് മാറ്റി. ഷുഗറിന് മരുന്നേ കഴിക്കുന്നില്ല. ഇപ്പം 6 മാസം 5.5 മാസവും കഴിഞ്ഞു. പിന്നെ എന്റെ കാലിന് എനിക്ക് നടുവിന് ഡിസ്കിന് കംപ്ലൈന്റ് ആയിരുന്നു. അത് പൂർണ്ണമായിട്ടും മാറി. പിന്നെ എന്റെ കാലിന് വേരിക്കോസ് വെയിന്റെ വേദന 2 കാലിനും ഉണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ടും മാറി. ഇപ്പം വേദനയില്ലാത്തൊരു ജീവിതമാണ്. മരുന്നുകൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. സുഖമായിട്ട് കഴിയുന്നു. അങ്ങനെ പ്രോഡക്റ്റ് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് സാറേ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു മാം. സത്യൻ സാർ, മോർണിംഗ്. സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ സാർ. ഞാന് സംസാരിക്കല്ല, ഞാൻ നേരത്തെ അവർ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞതായിരുന്നു. കാരണം അവര് സംസാരിക്കല്ലായിരുന്നു, അവര് മറ്റൊരാളോടോ പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ കേൾക്കുന്നത്. അതെ. പിന്നെ റിസൾട്ട് പറയുന്ന ദിവസമാണ് അങ്ങനെയൊക്കെ അവർ പറയുന്നത് കേട്ടപ്പോ അത് പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ഓക്കെ. ഞാനത് മനസ്സിലാക്കി സംസാരിക്കാൻ പറഞ്ഞു. അതെ, ഇപ്പോഴും മ്യൂട്ടായില്ല അവരെ എപ്പോഴും മ്യൂട്ടായി. അത് ഇവിടെ സംസാരം ശ്രദ്ധിച്ചേ. ആ മ്യൂട്ട് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി രാജമ മാം, കേട്ടോ. അടുത്ത ആൾ സംസാരിച്ചോളൂ. നമുക്ക് സമയം അതിക്രമിച്ചു. അടുത്ത ആൾ സംസാരിച്ചോളൂ. വേറെ ആർക്കും സംസാരിക്കാല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, സമയമായിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? റിസൾട്ട് പറയാനുണ്ടോ? ഷാജി സാറേ, ഒരര മിനിറ്റ് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ റിസൾട്ട് പറയാനും കാര്യങ്ങൾക്കൊന്നുമല്ല. അതായത് ഈ സൂമിൽ ഇരിക്കുന്ന എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹൃദയത്തിന്റെ ഭാഷയിൽ സങ്കടം കൊണ്ട് പറയുന്നതാണ്. നമ്മൾ ഇരിക്കുന്ന വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കയറുന്ന ഒരു വേദിയാണ്. ഈ വേദിയെ അലങ്കോലപ്പെടുത്തരുത്. സംസാരിക്കാത്ത ആളുകൾ കംപ്ലീറ്റ് മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ദൈവത്തിനെ ഓർത്ത് ചെയ്യണം. ഞങ്ങളൊക്കെ ഇത് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ ഇതിനകത്ത് ഓരോരുത്തരും പറഞ്ഞിട്ട് പല ആളുകളും കയറിയിട്ടുണ്ട്. അവരൊക്കെ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട് അടുത്ത ആഴ്ചയിൽ നമ്മൾ കയറുന്ന സമയത്ത് സംസാരിക്കാത്ത വ്യക്തികളുടെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സലീം സാർ പറഞ്ഞ തന്നെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ആൾ സംസാരിക്കൂ. ചെറിയ റിസൾട്ട്സ് ആണെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കൂ. ഹലോ, നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാണോ? വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? രാജമ്മേനോട് ഓഫാക്കാൻ പറയും. ഇത്ര നേരമായി രാജമ്മ കളിക്കുന്നു. നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോ നമുക്ക് അത്രയും നിറയെ റിസൾട്ട്സ് ആണ് നമുക്കിന്ന്. നമുക്കിന്ന് കേൾക്കാലോ അല്ലേ സാറേ? പറഞ്ഞു. ഓക്കെ, നമുക്കപ്പോ നിറയെ റിസൾട്ട്സ് ആണ് ഇന്ന് കിട്ടിയിരുന്നത്. മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു കാര്യം നിങ്ങൾ ടെസ്റ്റിമോണിയൽ ഡേയിൽ എല്ലാവരും
മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക, ഓഫ് ചെയ്ത് വെക്കുക, ആവശ്യത്തിന് മാത്രം സംസാരിക്കാനായിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. സലീം സാർ പറഞ്ഞത് വളരെ കറക്റ്റ്. ഞാൻ വീണ്ടും വീണ്ടും പറയാണത്. അപ്പൊ അതുകൂടാതെ നമുക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഞാൻ കുറച്ച് പോയിന്റ്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ റിസ്റ്റ് ബാൻഡ് എല്ലാവരും കൈകെട്ടി നടക്കുക. കാരണം ലോകര് കാണട്ടെ, ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിയട്ടെ. അപ്പൊ അങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ് ധാരാളം ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണ് നിറയെ ആൾക്കാർക്ക് സൗഖ്യം നൽകാൻ നമുക്ക് പറ്റുന്നത്. അത് നിറയെ ആൾക്കാർക്ക് നല്ലൊരു അനുഭവം വരുമാറാകട്ടെ. അപ്പൊ നമുക്കിതൊരു പുതിയൊരു ചികിത്സ അത് ഉള്ളിലേക്ക് കഴിക്കാനില്ല. അത് എല്ലാവരും ധരിപ്പിച്ച് എല്ലാവർക്കും കറക്റ്റായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ധാരാളം ആൾക്കാർക്ക് റിസൾട്ട്സ് കൊടുക്കുക. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മനോജ് സാർ ഉണ്ടോ ഒന്ന്? ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? കൺക്ലൂഡ് ചെയ്തു മനോജ് സാർ ഇല്ല, പ്രോഗ്രാമില്ല. ഓക്കെ, മനോജ് സാർ ഉണ്ടോ? അഭിലാഷ് ജി ഇല്ല വൈൻഡപ്പ് ചെയ്തു. ആണെങ്കിൽ നമുക്ക് അഭിലാഷ് ജി കൺക്ലൂഡ് ചെയ്തോളൂ. ഞാൻ വെളിയില് ഡാനി സാർ ഉണ്ടോ? ഡാനി സാർ ഉണ്ടോ? ഇല്ല, അവരെല്ലാം പ്രോഗ്രാമിലാണ്. ഡാനി സാർ എല്ലാരും വെളിയിലാണ്, പ്രോഗ്രാമിലാണ്. അപ്പൊ ഞാൻ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഈ ബയോട്ടോണി എന്ന് പറയുന്നത് അഭിലാഷ് ജി കൺക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഹലോ, സംസാരിച്ചോളൂ. ഇല്ല സാർ, സംസാരിച്ചോളൂ. യെസ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റിസൾട്ടിന്റെ ദിവസമായിരുന്നു. തുടക്കം മുതൽ ഈ സമയം വരെ 7:30 മണി വരെ വളരെ കൃത്യമായ രീതിയിൽ എല്ലാവരും ഓരോരോ റിസൾട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു പ്രോഡക്റ്റ് മറ്റു മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വ്യക്തികളിലേക്ക് ഈ ഒരു അവസരം എത്തിക്കാനായിട്ടും വളരെ പ്രതിജ്ഞാബദ്ധമായിട്ട് ഈ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളവര്. അപ്പോൾ സ്വാഭാവികമായിട്ട് തുടക്കം മുതൽ ഈ ഒരു സമയം വരെ ചില ഡിസ്റ്റർബൻസുകൾ, കാരണം ഈ മൈക്ക് ഓഫ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ കൺഫ്യൂഷൻസ് ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അത് ഓൺ ചെയ്ത് വെച്ചിട്ടൊക്കെ സംസാരിച്ചു പോകും. ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. മുൻപരിചയമില്ലാത്ത ഒരു കാര്യം അതിലേർപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന മിസ്റ്റേക്കുകളാണ്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. തുടർന്നുള്ള സമയങ്ങളിൽ നമുക്കത് കൂടുതൽ ഭംഗിയാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. എനിവേ, റിസൾട്ട് പറഞ്ഞ മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സാറ് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇടപെടലാണ് എല്ലാ കാര്യത്തിലും നടത്തിയിട്ടുള്ളത്. ഷാജി സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. തൊട്ട് ഇന്ന് വൈകുന്നേരം നമ്മുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുന്ന സമയമാണ്. വൈകുന്നേരം നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആണ്. അതിലും എല്ലാവരും പുതിയ ആളുകളുമായിട്ട് ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം അതിന്റെ പേരിൽ അറിയിക്കുന്നു. താങ്ക് യു ഓൾ.